റേറ്റ് പറ, വരാനാണ്. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യൂ. ഓക്കെ. ഫുഡ് കഴിച്ചില്ല, ഞാൻ ചിക്കൻ വെക്കാൻ പോകണം. മൊബൈൽ ചാർജ് അവിടെ നിന്ന് കിച്ചണിൽ കയറും ഞാൻ. എന്തിനാ തേച്ച കഥ പറഞ്ഞേ? പാവം എൻ്റെ ചിഞ്ചുമോള് 30 വയസ്സിൽ എന്തെല്ലാം ആസ്വദിച്ചു. ലാസ്റ്റ് അവൻ തേച്ചു. പക്ഷേ അവൻ ഭയങ്കര കുടിയായിരുന്നു. കള്ളുകൂടി ഓക്കെ, കള്ളുകൂടിയാണ് ഈ മോളെ വെച്ചേക്കണ്ട. സംശയം ഉണ്ടായിരുന്നോ? ഇന്ന് സ്പെഷ്യൽ ചിക്കൻ വെക്കാന്ന് വെച്ചു. അല്ല മരിയാം, നിങ്ങൾ നോക്കിക്കേ, ഈ 30 വയസ്സായ നമ്മുടെ 30 വയസ്സായ നമ്മുടെ ചിഞ്ചുമോള്, അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. എല്ലാ കഥയും അവർ നല്ല ഹാപ്പിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ കള്ളു കുടിച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ പോയി. സംശയം വന്ന ഏതോ ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഭർത്താവാണെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോളെ പിന്നെ അവനിവിടെ നമ്മൾ നിൽക്കരുത്. മനസ്സിലായോ? ഞാനുമായി സീനായിരുന്നു എന്നു. ഞാനും അങ്ങനത്തെ അനുഭവിച്ച ഒരാളാണ്. സംശയം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പിന്നെ അവരുടെ കൂടെ നിൽക്കരുത്. അതൊരിക്കലും ഒരു കാലത്തും ആ ഒരു ബന്ധം ശാശ്വതമാവില്ല. അത് അടിയിലെ അവസാനിക്കും. ചേച്ചിയുടെ ഭർത്താവ് അങ്ങനെയായിരുന്നു. ചേച്ചിയുടെ ഭർത്താവിന് ചേച്ചിയുടെ ഭയങ്കര സംശയമായിരുന്നു. ഇവിടുത്തെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനും ഭയങ്കര സംശയമായിരുന്നു. നമ്മൾ ഒരിക്കലും സംശയമുള്ളവരുടെ കൂടെ ഒരിക്കലും നമ്മൾ നിൽക്കരുത്. അവർ ചിലപ്പോൾ നമ്മൾ സെക്സ് പരമായിട്ടൊക്കെ സൂചിപ്പിക്കുമായിരിക്കും, ചക്കരെ മുത്തതൊക്കെ വിളിക്കുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവരുടെ മൈൻഡിൽ ഞാൻ പറയാം, ഇപ്പോൾ ഒരാണ് സംശയിക്കാനുള്ള കാരണം ഞാൻ പറയാം. ഇപ്പം അവനേക്കാളും കൂടുതൽ ഭംഗി നമുക്കുണ്ടെങ്കിൽ അവനൊരു തോന്നലുണ്ടാവും, ഓ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ വേറെ ഒരുത്തം നോക്കുമോ, അവൾ അവൻ്റെ കൂടെ പോകുമ്പോൾ ചിന്താഗതിയാണ്. ഇപ്പം നമുക്ക് ഭംഗിയില്ലെങ്കിൽ അവർ നമ്മളെ സംശയിക്കില്ല. എന്നെ അടിക്കുമായിരുന്നു ചേച്ചി. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ചിഞ്ചുമോളുടെ ബോയ് ഫ്രണ്ടിനേക്കാളും കൂടുതൽ ഭംഗി ചിഞ്ചുമോൾക്ക് ഉണ്ടാവണം. അതാണ് അവന് സംശയം വരാനുള്ള കാരണം. മനസ്സിലായോ? ആളുകൾക്ക് പൊതുവെ സംശയം വരാനുള്ള കാരണം അതാണ്. ഇപ്പൊ എത്ര വർഷമായി തേച്ചിട്ട്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിട്ട്. അല്ല, അത് സത്യമല്ലേ? മരിയ ചേച്ചി പറഞ്ഞ കറക്റ്റ് അല്ലേ? ഒരാണിനെക്കാളും പെണ്ണ് നല്ല ഭംഗിയുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വ്യക്തിക്ക് എന്തായാലും സംശയം ഉണ്ടാവും. കാരണം അവൾ ഒരാളോട് മിണ്ടുമ്പോൾ ചിലരുടെ ഭയങ്കര ഉണ്ടാവില്ല. ഓക്കെ, ഒരാളോട് മിണ്ടുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്നും ഉണ്ടായിട്ട് മിണ്ടുന്നതാവില്ല. നമുക്ക് നമുക്ക് എല്ലാം നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. നമ്മളെപ്പോലെ പെണ്ണുങ്ങൾ ചിലപ്പം ഞങ്ങളുടെ 14 വർഷത്തെ പ്രണയം ആയിരുന്നു, പിരിഞ്ഞു വന്നിട്ട് 3 വർഷമാകുന്നു. ഇനി ആ ബന്ധത്തിലേക്ക് പോകണം. 14 വർഷം പ്രണയിച്ചു, ഇവിടെ 6 വർഷം പ്രണയിച്ചിട്ട് തന്നെ കരച്ചിൽ മാറുന്നില്ല. അപ്പോൾ ഒരു 14 വർഷം പ്രണയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അന്യായ പ്രണയമായിരിക്കില്ലേ? 10ാം ക്ലാസ് തുടങ്ങി, അത് ഭയങ്കര ഫീലായിരിക്കും. എങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു? ഇവിടെ 6 വർഷത്തെ വിധത്തിൽ പ്രണയിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അയ്യോ, 14 വർഷം പ്രണയിക്കാന്നുള്ളൊരു പെണ്ണിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അതിൽ നിന്നൊരു ഹാപ്പിനെസ് കണ്ടെത്താനായിരിക്കും ബീച്ചേച്ചിയുടെ ലൈവിൽ വന്നിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവും. 4 മാസം ചുറ്റുമ്പോൾ 4 മാസം പ്രണയിച്ചു. ഇവിടെ അല്ല ഓൾഡേട്ടാ, അല്ല ഹാപ്പീസ് ഉള്ളൂ. 14 വർഷം ഒരുത്തിനെ പ്രണയിച്ചിട്ട് 3 വർഷമായിട്ട് അവനെ നിന്ന് തേപ്പ് കിട്ടി പോകുമ്പോൾ ആ പെണ്ണ് എന്തോരം വിഷമിച്ചു. പിരിഞ്ഞു മാറിയപ്പോഴും ഞാൻ മാനസികമായി അത് ആരായാലും തകർന്നു പോവപ്പാ. 1-2 വർഷം അല്ലല്ലോ പ്രണയിച്ചത്. 14 വർഷം പ്രണയിച്ചു, കൂടെ പഠിച്ചോണ്ടിരുന്ന കാലം തൊട്ട് ഒരുത്തനെ പ്രണയിച്ച് അവന് സംശയത്തിലേക്ക് പോയി, അവൻ വേറെ പെണ്ണ് കെട്ടി. അങ്ങനെ എന്താ അവസാനമായിട്ട് എന്തെങ്കിലും 2 പെക്കുപ്പാട മൈരേ. ഓക്കെ, 15 വർഷമായി ഞങ്ങൾ ഒരുമിച്ചിട്ട്. ജസ്റ്റ് കയറ്റി നോക്ക്, സംസാരിക്കാമെന്ന്. അത് പെണ്ണാണ്. ഹോൾഡേട്ടാ, എൻ്റെ ഒരു വോയിസ് കുഴപ്പമുണ്ട്. ചിഞ്ചുമോൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അത് ലേഡിയാണ് ഹോൾഡേട്ടാ. സീരിയസ്ലി എൻ്റെ കുട്ടൂസിലാണ് സത്യം. അത് ലേഡിയാണ് കേട്ടോ. കാരണം അവളെ പറയല്ലേ, എൻ്റെ കൊച്ചിനെ ആശ്രമിച്ചിക്കറിയാം. എൻ്റെ കൊച്ചു കുഞ്ഞാണ് സത്യം, അവൾ ലേഡിയാണ്, അവളാണല്ല കേട്ടോ.
ബഹ്റൈനിലാണ്. ഓക്കെ, പെണ്ണാണ് ചുറ്റുമൂട്. ഇവിടെ ഒരുപാട് ഫേക്ക് ഐഡി വരുന്നത്. അപ്പോൾ ഹോൾനെറ്റിന്റെ വിചാരം ആണാണെന്നാണ്. ഒരിക്കലും അല്ല ഹോൾനെട്ടാ, പെണ്ണാണ് കേട്ടോ. മെന്റലി ഔട്ട് പിന്നല്ലാണ്ടാ കുറച്ച് നേരത്തെ സന്തോഷത്തിനാണ് ചേച്ചിയുടെ ലൈവിൽ. അതിനെന്താ, എൻ്റെ ലൈവിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ ഞാൻ എനിക്കറിയുന്ന പോലെ എനിക്ക് എന്താണെന്നറിയാം. എൻ്റെ പോളിസി നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ടെൻഷൻ കൊണ്ടും ചിലപ്പോൾ ഫാമിലി പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ ഓഫീസിൽ ടെൻഷൻ ഉണ്ടാവും, ചിലപ്പോൾ കൂട്ടുകാരായിട്ടുണ്ടെങ്കിലും. അപ്പോൾ അതിനൊരു ഹാപ്പിനെസ് കണ്ടെത്താനാണ് നിങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങളാണുങ്ങളും എൻ്റെ ലൈവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓജിയിൽ വരെ പേടിച്ചുകൊണ്ടായിരിക്കാം നിങ്ങളെപ്പോലുള്ള ആണുങ്ങളും ലേഡീസും എല്ലാവരും ഫേക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കമൻറ്റ് കേട്ട് അതിന് ഉത്തരം പറഞ്ഞ് നിങ്ങളെ ഞാൻ ചിരിപ്പിക്കുക, നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിലിപ്പോൾ എൻ്റെ ആൾക്കാർ ട്രോളി എനിക്ക് നാളെ എന്തെങ്കിലും വന്നു അതെനിക്ക് മൈനാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ഏറ്റെടുക്കും. അത് നാളത്തെ ഭാവിയിലുള്ള ഭവിഷ്യത്തുകളൊക്കെ ഞാൻ നേരിട്ടുണ്ട്. കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് എൻ്റെ ബലം. നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ കാണുന്ന ആളുകളാണ് എനിക്ക് ധൈര്യം തരുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചോദിച്ചാലും, ഇപ്പോൾ സെക്സിനെ കുറിച്ച് ചോദിച്ചാലും, എന്ത് കുണ്ടീന്നോ മരുന്നോ പൂർന്നോ എന്ത് വിളിച്ചാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ ഹാപ്പിനെസ് കണ്ടെത്തിക്കുക. അതിപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് നാളെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശരി, അത് ഞാൻ നേരിടും. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ചിരിക്കുക, നിങ്ങളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നിങ്ങളെ ചിരിപ്പിക്കുന്ന എനിക്ക് ഒരിതുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതെൻ്റെ കഴിവാണ്. വേറെ ഒരു ലേഡീസിന് കിട്ടുമോ? അങ്ങനത്തെ കഴിവ് കിട്ടുമോ? എല്ലാ മനുഷ്യന്മാർക്കും ദൈവം ഓരോരോ കഴിവുകൾ കൊടുക്കും. എനിക്ക് നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ കാണുന്ന നിങ്ങളെപ്പോലത്തെ കമന്റിന് ഉത്തരം കൊടുത്ത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, നിങ്ങളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതെൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഓക്കെ, അതിൽ ആൾക്കാർ പറയും ആ ടോപ്പിക്ക് വേണ്ട, ഈ ടോപ്പിക്ക് വേണം എന്നൊക്കെ പറയും. നിങ്ങൾക്ക് എന്നും ചോദിക്കാനുള്ള അവകാശം ആർക്കും ചോദിക്കാം. എന്നെ 2 തെറി വേണമെങ്കിലും പറഞ്ഞു, കുഴപ്പമില്ല. നിങ്ങൾ തെറി പറഞ്ഞാൽ പോലും ഞാൻ ചിരിച്ച് നിങ്ങൾക്ക് ആൻസർ തരും. നിങ്ങൾ ചിരിക്കുക, സന്തോഷിക്കുക. എൻ്റെ കാര്യം വിട്ടേരെ, മനസ്സിലായോ? അതെൻ്റെ കാര്യം, ഞാൻ അത് വരുന്നിടത്ത് ഒറ്റാൻ കാണും. മനസ്സിലായോ? നിങ്ങൾ ചിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തും ചോദിക്കാം എൻ്റെ ലൈവിൽ. ഞാനീ പറഞ്ഞത് കൂടണം, എനിക്കറിയാം എന്നെ, ഞാൻ എന്താ ചെയ്യുന്നതെന്നും ഞാൻ എന്താണെന്നും എനിക്കറിയാം. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ചിന്തിച്ചാൽ മതി. കാരണം ചേച്ചി ഓയിൽ ചെയ്യുന്നുണ്ടോ? നീ വാ, ഞാൻ ചെയ്താക്കി തരാം. ബിജി പെണ്ണുങ്ങളെ ചെയ്യുമോ? അതിനോട് കുറേ പെണ്ണുങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ലെസ്ബിൻ ചെയ്യുമോന്ന്. പക്ഷെ എനിക്ക് പെണ്ണിനോട് താല്പര്യമില്ല. ഈ ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിൽ ഗെയിം കളിക്കുന്ന പെണ്ണുങ്ങളോട് ചോദിച്ചോക്കെ, അവൾമാർ ചെയ്യും, ഞാൻ ചെയ്യില്ല. കഴുകാത്ത സാമാതിരി കൊണ്ട് ഉമ്മയൊക്കെ എനിക്കെന്ത് ഇതാവും. ഓ മൈരിയാണെന്ന് പെണ്ണുങ്ങളുടെ സെക്സ് ചെയ്യാച്ചിരിക്കുന്നത് കഴപ്പാവും. ആണുങ്ങളെക്കാളും വൃത്തിയില്ലാത്താണ് പെണ്ണുങ്ങൾക്ക്. ഓ, പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ചെയ്യാനോ പല കിടന്നു അശ്ശി കടന്നു. എനിക്കാണെങ്കിൽ ബാഡ് സ്മെല്ല് കേട്ടോ അപ്പം ഞാൻ ഛർദ്ദിക്കും. എനിക്കിഷ്ടമല്ല പെണ്ണുങ്ങളെ ചെയ്യാനൊന്നും. പാടാർക്കാണ് സിംഗിൾ ലൈഫ് ഞാനിപ്പോൾ എൻജോയ് ചെയ്തു പോകുന്നു. മറക്കുക, ചേച്ചിയെ പോലെ അയാളങ്ങ് ബ്ലോക്ക് അടിക്കുക, ആ ഭാഗത്തേക്ക് ചിന്തിക്കാതിരിക്കുക. ഇന്നിപ്പോൾ ഞാൻ കണ്ടില്ലേ, ചേച്ചിയുടെ ബോയ്ഫ്രണ്ട്, പഴയ ബോയ്ഫ്രണ്ട് ഇവിടെ വരാറുണ്ട് ലൈവില്. ഞാൻ എല്ലാവരും പോലെ കമൻറ്റ് വായിച്ച് ഞാൻ പോകുന്നു. അത്രേ ഉള്ളൂ. കാണുമ്പോൾ മിണ്ടുക. ഒക്കെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അയാളെ കാണുകയാണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മുടെ കൂടെ 14 വർഷം ജീവിച്ച ആളല്ലേ. 14 വർഷം ജീവിച്ച ആളെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ആ ഭാര്യയും വൈഫും മക്കളൊക്കെ ആയിട്ട് കാണുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യാതിരിക്കുക, മിണ്ടുക, സംസാരിക്കുക. ചെറിയൊരു വിഷമ സങ്കടമൊക്കെ കാണും. നോ കോണ്ടാക്ട് വേറെ ഉണ്ട് എന്നറിയാം. കാണുകയാണെങ്കിൽ അതെ, കാണുകയാണ് എന്നുണ്ടെങ്കിൽ മിണ്ടുക, ഒരു ചായയൊക്കെ മേടിച്ച് കുടിക്കുക. അവോയ്ഡ് ചെയ്ത് കളയണം. നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പം അത് അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഓക്കെ, കാണുമ്പം മിണ്ടുക കേട്ടോ, മിണ്ടാതിരിക്കരുത്. അത് നമ്മൾ എത്ര പിരിഞ്ഞാലും, നമ്മൾ എത്ര തല്ലി കൊന്നാലും, എത്ര ഇതാക്കിയാലും
അത് നമ്മൾ കണ്ടിട്ട് മിണ്ടാണ്ട് പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഭയങ്കര വിഷമമായിരിക്കും. തേപ്പ് എല്ലാവർക്കും കിട്ടും. ഞാനൊക്കെ എന്തോരം കരഞ്ഞിരിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല ചേച്ചി, പിന്നെ എന്നെ കണ്ടിട്ട് ഉണ്ടോ എന്ന് അറിയില്ല. ആ അങ്ങനെ ചേച്ചി പറയൂ, ചോദിച്ചോ. നമ്മൾ സെക്സ്മെൻ തുടങ്ങിയതാ, ഇപ്പൊ തേപ്പ് അതിലേക്ക് പോയി. നമുക്ക് കറി കേൾക്കണേ അല്ലേ? ഓരോരുത്തർക്കുടെ സങ്കടയിലെ കുറേ മൈരന്മാരുണ്ട് പെണ്ണുങ്ങളെ തേപ്പിക്കാൻ ഈ സംശയം കൂടെ എടുക്കുന്നത്.